ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു സോപ്പ് ഉണ്ടാക്കി. ആക്ച്വലി 2-3 തവണ ഞാൻ ഉണ്ടാക്കി നോക്കിയതാട്ടോ. ഫസ്റ്റ് ഞാനൊരു ഹെർബൽ സോപ്പായിരുന്നു ഉണ്ടാക്കിയത്. അത് നല്ലതായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് കുറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് ഈ തുളസിയും വാരിവേപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സോപ്പായിരുന്നു ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഞാനൊരു സാൻഡൽവുഡിൻ്റെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇതിനെല്ലാം എന്താ പറയുക, നമ്മൾ സാധാ വാങ്ങിക്കുന്ന സോപ്പിന് അത്ര സ്മെല്ലുണ്ടാവില്ല. ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ സ്മെല്ല് അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരുപാട് പതയില്ല. നമ്മളെ സ്കിൻ അങ്ങനെ ഡ്രൈ ആയിട്ടില്ലായിരുന്നേ. അങ്ങനെ ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ ഞാനൊരു വേറൊരു സോപ്പ് ഉണ്ടാക്കി. അത് നല്ല ഇഷ്ടമായി എനിക്ക്. ആക്ച്വലി അത് നമ്മളെ ഗോഡ് മിൽക്കിൻ്റെ ബേസ് ആയിരുന്നു വാങ്ങിച്ചത്. പിന്നെ അതിൽ കുറച്ച് ഷിയ ബട്ടറും അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സോപ്പാട്ടോ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. നമ്മൾ ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുമല്ലോ. അങ്ങനെ നന്നായി ഇമ്പ്രൂവ് ചെയ്ത ഒരു സോപ്പാട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. ഇതാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഗോഡ് മിൽക്കിൻ്റെ ബേസ്. ഈ ഗോഡ് മിൽക്കിൻ്റെ ബേസ് നമ്മളുള്ള സോപ്പുകൾക്ക് ഭയങ്കര ക്വാളിറ്റിക്ക് നല്ല റിച്ചായ ഒരു സോപ്പായിരിക്കും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിനേക്കാളും ഒരുപാട് ക്വാളിറ്റീസുള്ള സോപ്പാണിത്. ഈ ഗോഡ് മിൽക്ക് എന്ന് പറയുന്ന എന്താ പറയുക, നമ്മുടെ സ്കിന്നിന് ഭയങ്കര സോഫ്റ്റ് ആക്കാം. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു, എക്സിമ, സോറിയാസിസ് അങ്ങനത്തെ കുറേ ചർമ്മ രോഗങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഇത് കുറയ്ക്കാൻ ഈ ഗോഡ് മിൽക്ക് യൂസ് ചെയ്യും. ഈ ഗോഡ് മിൽക്ക് നമ്മൾ റോ ആയിട്ടും നമ്മൾ സോപ്പിൽ യൂസ് ചെയ്യും, സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഗോഡ് മിൽക്കിൻ്റെ ബേസാണ്. പിന്നെ ഈ ഗോഡ് മിൽക്കിലെ ബേസിലടങ്ങി വേറൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ട്. അപ്പം അത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയാസിനെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് ബോഡിയിൽ പിമ്പിൾസ് എല്ലാം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ബോഡിയിൽ ചില ആളുകൾക്ക് റാഷസും ഇങ്ങനെ ചുവന്നിട്ട് തടിപ്പുള്ള പോലെയും അങ്ങനത്തെ ഓരോ സ്കിൻ ഡിസീസസ് ഉണ്ടാവില്ലോ. അപ്പോൾ അതെല്ലാം കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ വേറെ ആഡ് ചെയ്തത് ഈ ഷിയ ബട്ടറിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതൊന്നും മുഴുവൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ എടുത്തിട്ടുള്ളൂ. ഷിയ ബട്ടർ എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഹെയറിനും സ്കിന്നിനും എല്ലാം നല്ല ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മൾ മോയ്സ്ചറൈസറായിട്ട് നമ്മൾ ക്രീമിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, ചില ഷാംപൂസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഷിയ ബട്ടർ. നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റ്സിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതും നമ്മൾ ഈ ഗോഡ് മിൽക്കിൻ്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഗോഡ് മിൽക്കിൻ്റെ ഇത് ചെറിയൊരു പീസസ് ആക്കി. അത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി വേഗം അത് മെൽട്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇല്ലേ, താഴെ വെള്ളം വെച്ചിട്ട് അത് ചൂടാക്കുമ്പോൾ നമ്മൾ മുകളിലത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സോപ്പ് ബേസ് ഉണ്ടല്ലോ, അത് മെൽട്ടാവും. അപ്പം അത് നന്നായിട്ട് മെൽട്ടാവുന്ന സമയത്ത് ഞാൻ ഈ ഷിയ ബട്ടർ, ഇതെങ്ങനെയാണ് ഷിയ ബട്ടർ ഉണ്ടാവുക കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇതുപോലത്തെ കളറായിരിക്കും. ഈ ഷിയ ബട്ടറിലെ നമ്മളുടെ സ്കിന്ന് ഇങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പിമ്പിൾസ്, ചില ആളുകൾക്ക് പിമ്പിൾസ് ഉണ്ടാകാനുള്ള ചാൻസും ഇതുണ്ട് കേട്ടോ. അപ്പം നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. നല്ല ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്കിന്ന് ഈ ചുളിവെല്ലാം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. നല്ല സ്കിന്നിൽ നല്ല ഗ്ലോ ആവും. പിന്നെ നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ ടാൻ എല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ടാൻ ഉണ്ടാവാതിരിക്കാനും സഹായിക്കുന്നുണ്ട്.
പിന്നെ എന്തെങ്കിലും നമുക്ക് മുറിവുള്ളതോ അല്ലെങ്കിൽ ഒരു പൊള്ളിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാർക്സ് ഉണ്ടാവുമല്ലോ, നല്ല ഡാർക്കായ മാർക്സ് അല്ല, ചെറിയ ചെറിയ മാർക്സ് എല്ലാം ഇത് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഇതിൽ മിക്സ് ചെയ്ത കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ ഇത് മെൽറ്റ് ആയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഗ്ലിസറീനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലിസറീനും പിന്നെ ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലും ഇതെല്ലാം ഓപ്ഷണലായിട്ട് നമ്മളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഷിയ ബട്ടറിന് പകരം തന്നെ നമുക്ക് സാധാ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, പിന്നെ ഈ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയ സാധനങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ ഇതിൽ വിറ്റാമിൻ ഇൻ്റെ ഒരു 4 ക്യാപ്സൂൾസും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഷിയ ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് ഒരു മിക്സ്ഡ് സ്കിന്നാണ്, ഓയിലിയും അല്ല ഡ്രൈയും അല്ലാത്ത ടൈപ്പ്. ചില സമയത്ത് പിമ്പിൾസ് വരും, ചില സമയത്ത് അങ്ങനെ വരില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ആക്ച്വലി നല്ല ഡ്രൈ സ്കിന്നായിരുന്നു പണ്ട്, ഇപ്പോൾ കുറച്ചൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ഈ ഹാന ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തണയാൻ നിൽക്കരുത്, ഒരു ജസ്റ്റ് ഒരു ചൂട് നല്ല ഹെവി നല്ല ചൂട് ആവാതെ ഒരു മീഡിയം അതിൻ്റെ ഒരു ചൂടുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് നമ്മൾ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം സോപ്പ്. ഇതിപ്പോൾ ഇതന്നെ വേണമെന്നില്ല കേട്ടോ, സോപ്പ് ബേസിൻ്റെ അല്ല സോപ്പ് മോൾഡിൻ്റെ ട്രേ തന്നെ വേണമെന്നില്ല. നമുക്ക് നമ്മളെ കയ്യിലുണ്ടാകുന്ന സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ പുറത്തെല്ലാം ഫുഡ് വാങ്ങിക്കുന്ന സമയത്ത് കിട്ടില്ലേ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ യൂസ് ചെയ്യാം, ഐ മീൻ പാത്രങ്ങൾ യൂസ് ചെയ്യാം. അതിൽ ജസ്റ്റ് ഒരു ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് സെറ്റായി കിട്ടും ചെയ്യും. ഐ മീൻ അത് വേഗം നമുക്ക് സ്റ്റക്കായി നിൽക്കാതെ വേഗം നമുക്ക് ഇങ്ങോട്ട് സോപ്പ് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് ഒരു 3-4 hours കഴിഞ്ഞിട്ട് സോപ്പ് സെറ്റായതിന് ശേഷം ഞാൻ എടുക്കുന്ന കേട്ടോ. നല്ല സോപ്പായിരുന്നു, നല്ല സ്മെല്ലുണ്ട്, ലാവൻഡറിൻ്റെ ആ ഒരു സ്മെല്ലാണ് നമുക്ക് കുറച്ചും കൂടി ഇതാണ്. എന്നാൽ ഭയങ്കര കുത്തുന്ന സ്മെല്ലും അല്ലായിരുന്നു കേട്ടോ, ഭയങ്കര ഒരു മൈൽഡായ സ്മെല്ലായിരുന്നു. നമുക്കിത് ഇപ്പം ഓൺലൈനിലെല്ലാം വാങ്ങാൻ കിട്ടിയുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ആക്ച്വലി ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ നമ്മൾ ചില ഹാൻഡ് വാഷസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഭയങ്കര ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യില്ലേ, ഇത് അങ്ങനെയൊന്നുമില്ല. ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഈർപ്പം നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കൈ കഴുകിയാലും നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഇത് സോഫ്റ്റ്നെസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.